ഒരു കാര്യത്തിനിറങ്ങിയാൽ അങ്ങേയറ്റം അതിൽ മുഴുകുക എന്നതാണ് ശോഭനയുടെ രീതി. ഇപ്പോൾ അഭിനയത്തിലും നൃത്തത്തിലും അങ്ങേയറ്റം മുഴുകുന്ന ശോഭനയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ശോഭന മറുപടി പറയുന്നു നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിലേക്ക്. മലയാള സിനിമയുടെ സുവർണ കാലത്താണ് നല്ല കഥാപാത്രങ്ങളെ കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു സൂചനയുണ്ട്, ഇപ്പോഴത്തേത് അത്ര നല്ല കാലമല്ല എന്ന്. എന്തുകൊണ്ടാണ്? നിങ്ങളും പറഞ്ഞു എന്തുകൊണ്ടാണ് അത്തരം ഒരു കാലം ഉണ്ടാവാത്തത്? എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഈ ഇൻഫ്ലക്സ് ഓഫ് ടി വി എന്നുവെച്ചാൽ എല്ലാ ചാനലിലും എല്ലാ ലാംഗ്വേജിലും കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആണ്. നല്ലതാണ്, ബിക്കോസ് നമ്മൾ ഇനി നാഷണൽ ഡിവൈഡ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഹിന്ദിയിലുള്ള സിനിമ നമ്മൾ മലയാളത്തിൽ റീമേക്ക് ചെയ്യുന്നു, മലയാളം മണിച്ചിത്രത്താഴ് തന്നെ എല്ലാ ഭാഷയിലും ചെയ്തു. അപ്പോൾ ആ ഡിവൈഡ്, സിനിമ ഡിവൈഡ് പോകുന്നുണ്ട്. ദാറ്റ്സ് എ ഗുഡ് തിങ്. സോ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം ഒരു സർക്കിൾ അല്ലേ, ഇതിങ്ങനെ ആയിരിക്കും. ഒരു 10-15 ഇയേഴ്സ് നല്ല സോങ്സ് വരും, കൊമേഴ്ഷ്യലായിട്ട് വരും, പിന്നെ അത് തിരിച്ചും പോയേക്കും. ശോഭനയ്ക്ക് കിട്ടിയതുപോലത്തെ കഥാപാത്രങ്ങൾ ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടല്ലോ. പൊതുവിലയിരുത്തൽ ശോഭനയ്ക്ക് കിട്ടിയതുപോലത്തെ നല്ല കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ്. അത് മലയാള സിനിമയുടെ ഒരു കുഴപ്പമായിട്ട് കാണുന്നോ, അതോ അത്തരം സ്ത്രീ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ്? നിങ്ങൾ കൊടുത്ത 2 ഓപ്ഷനിൽ ആർട്ടിസ്റ്റ് ഇല്ല എന്ന് പറയാനേ പറ്റില്ല. ബിക്കോസ് നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. കാവ്യ മാധവൻ, നവ്യ, പത്മപ്രിയ, അവരൊക്കെ നല്ല ആർട്ടിസ്റ്റാണ്. മഞ്ജു ഇപ്പം ഇല്ല. ബട്ട് സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം നമ്മൾ ഒരു 40 ഇയേഴ്സിന് മുമ്പ് 10 സിനിമ എടുക്കായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എല്ലാ 10ഉം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഒരു 25 സിനിമ. സോ അത് കഴിഞ്ഞിട്ട് സിനിമ നമ്പേഴ്സും കൂടി വരുമല്ലേ. സിനിമ ഫാഷൻ മാറുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തിരിച്ചും ആ ഫാഷൻ വരും. ശോഭന, ഉർവശി, മഞ്ജു വാര്യർ, ഒരുപക്ഷെ അതിനു മുമ്പ് ഷീലയോ ജയഭാരതിയോ അവരൊക്കെ കൈകാര്യം ചെയ്ത അത്ര നല്ല കഥാപാത്രങ്ങളെ അതേപോലെ അവതരിപ്പിക്കാൻ കഴിവുള്ളവർ ഇപ്പോഴും ഉണ്ട് എന്നുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അവർ മാത്രമല്ല, അങ്ങനത്തെ ഡയറക്ടേഴ്സും വേണം. ഇപ്പോഴും ഉണ്ടല്ലോ സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ഫാസിൽ സാറൊക്കെ എപ്പോഴും എടുക്കുന്നുണ്ടല്ലോ. സോ അങ്ങനത്തെ ഒരു ടീം ഉണ്ടാവണം. സ്ക്രിപ്റ്റും ആർട്ടിസ്റ്റും ഡയറക്ടറും അങ്ങനെ വന്നാൽ പോരെ. പക്ഷേ ഭരതൻ, പത്മരാജൻ തുടങ്ങി കുറേ ആളുകൾ നമുക്കില്ലാതെയും പോയി. അത് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ കുറേ നല്ല ആൾക്കാരും വന്നിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് നല്ല നല്ല സിനിമകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് മലയാളത്തിൽ. ശോഭനയ്ക്ക് അറിയാവുന്നതുപോലെ ബോളിവുഡിൽ വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്റ്റേറ്റസ് ആണ്. അത് ഈ കലാരംഗത്തെ ബാധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവിടെ ബാധിക്കുന്നുമില്ല. കല്യാണം കഴിഞ്ഞാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് തിരിച്ചു സംഭവിക്കുന്നത്? ഇപ്പോൾ ഇത് അവരവരുടെ സ്വന്തം പ്രശ്നമല്ലേ. ഇപ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അവർ വന്നോട്ടെ. സോ നമ്മുടെ എന്താണ് അതിന്റെ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും അങ്ങനെയാണോ? ഉർവശിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വന്നു. പിന്നെ അല്ല, നല്ല ആളുകൾ അങ്ങനെ വരുന്നവര് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടുന്നു. അവരവരുടെ ഒരു ഫീലിംഗ് അല്ലേ. മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അവർ തിരിച്ചും ഇങ്ങനെ നോക്കിയെടുക്കണം ആൾക്കാരെ. കുറച്ചും കൂടി ന്യൂർ ആർട്ടിസ്റ്റ് നോക്കിയെടുത്തിട്ട് എഴുതി അവരെ നല്ല നല്ല ആർട്ടിസ്റ്റ് ആക്കണം. ഒരാളുടെ പേഴ്സണൽ ഡിസിഷൻ അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ. അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമല്ല. മറ്റൊരു വ്യത്യാസം ശോഭനയുടെ കാര്യത്തിൽ കണ്ടിരിക്കുന്നത്, സാധാരണ ഇപ്പോൾ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും വളരെ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഒരു താരറാണിയായാൽ തീർച്ചയായിട്ടും ഹിന്ദിയിലും കൂടി പോകണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. നമ്മളുടെ തന്നെ അസിൻ ഇപ്പോൾ ഹിന്ദിയിൽ വന്നു, അതുപോലെ വിദ്യാബാലനുണ്ട്. എന്തുകൊണ്ടാണ് ശോഭനയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തത്? നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. എനിക്ക് ആഗ്രഹം തന്നെ ഇല്ലായിരുന്നു, അറിയില്ല. സോ മേ ബി എനിക്ക് ഈ പോപ്പുലാരിറ്റിയുടെ ഒരു ശ്രമമില്ലായിരുന്നു. ജസ്റ്റ് ആ സമയത്ത് ആ നേരത്ത് ഒരു നല്ല വർക്ക് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. നല്ല നല്ല മലയാളം സിനിമയൊക്കെ വിട്ടിട്ട് ഒരു ഹിന്ദി പടം ചെയ്യുമോ ആരെങ്കിലും? അല്ല, അതുകൊണ്ട് മാത്രമാണോ? അതുകൊണ്ട് മാത്രമാണ്. അല്ല, ആഗ്രഹമില്ലാതിരുന്നത് ഇതുകൊണ്ടാണ്. മൈൻഡ് ഇസ് ബിസി. നമ്മളെ മൈൻഡ് ഇങ്ങനെ ബിസിയാണ് ഇതൊക്കെ ചെയ്ത്. അപ്പോൾ ഹിന്ദി ആഗ്രഹം കൊച്ച മേ ബി അതൊക്കെ നമ്മൾ ചെയ്ത എങ്ങനെയാണ്? മാധുരി ദീക്ഷിതിന്റെ റോൾ ഏതോ ഒരു സിനിമയിൽ നമ്മൾ ചെയ്തത് എങ്ങനെയായിരിക്കും? പക്ഷെ അത്രേ ഉള്ളൂ.
ബിക്കോസ് നമ്മൾ ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ. അപ്പോൾ അതിന് ഒരു അസൂയൊന്നും ഇല്ല. അങ്ങനെ അയ്യോ നമ്മൾ അവിടെ തന്നെ ഷൈൻ ചെയ്യാമായിരുന്നില്ലേ, നമുക്ക് ഇത്ര ടാലന്റ് ഉണ്ട്, അത് അവിടെ തന്നെ നന്നായിരുന്നു, വി ഷുഡ് ഇനി കുറച്ചും കൂടി വീടുകളൊക്കെ കെട്ടാമായിരുന്നു. അല്ല ഒരു പക്ഷേ സാമ്പത്തികമായിട്ടോ ഉണ്ടാവുന്ന ലാഭത്തിലൊക്കെ അപ്പുറത്ത് ഒരു ദേശീയ തലത്തിൽ കിട്ടുന്ന അംഗീകാരമുണ്ടല്ലോ ഹിന്ദി കിട്ടിയല്ലോ. അങ്ങനെയൊന്നുമില്ല, ദേശീയ തലത്തൊന്നും കിട്ടൂല. എനിക്കിത് മതി. വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഹാപ്പിയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഹിന്ദിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരത് ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നു? അവരുടെ പേഴ്സണൽ ആഗ്രഹം തെറ്റുണ്ടോന്ന് എന്നോട് ചോദിക്കാനല്ലേ? എന്താ പറയാ, അവർക്ക് അതിന്റെ നല്ലതൊക്കെ കണ്ടു കാണും. എനിക്കും നല്ല നല്ല ഹിന്ദി സിനിമ ഒക്കെ വന്നിട്ടുണ്ട്. രാജ് കപൂറിന്റെ ഒരു സിനിമ ഒക്കെ ചോദിച്ചു, പക്ഷെ അമ്മ വിട്ടില്ല. അങ്ങനെ ഒരു ഭയങ്കര നല്ല പ്രോജക്റ്റ് വന്നിരുന്ന ആ സമയത്ത് എനിക്ക് മലയാളത്തിൽ നിന്ന് എന്തെങ്കിലും ഒഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കോയിൻസിഡൻസ് ആയിട്ടൊന്നും വന്നില്ല. പ്രേമ സീറോ, അതിനുശേഷം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരു സമയത്ത് ഒരു വർഷം തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ ശോഭനയ്ക്ക്, ഞാനും അങ്ങനെ ചെയ്തു. അതെ, ശോഭനയ്ക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇങ്ങനെ വാരി വലിച്ച സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആർത്തി കണ്ടിട്ടില്ല. അത് ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആണ്. ആർത്തി ഉണ്ടായിരുന്നു. ഞാൻ ഒരു റെക്കോർഡ് സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു കാലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്വാളിറ്റി നോക്കി. ഫസ്റ്റ് ഏതോ ഒരു വർഷം 23-22 സിനിമ ചെയ്തു. അത് വേണമെന്ന് ചെയ്തതാ, വീട്ടിൽ പോവാതെ. ജസ്റ്റ് റെക്കോർഡ് സെറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി. സോ അതൊക്കെ ആർത്തിയല്ലേ. ഒരു അഭിനേത്രി എന്ന നിലയിൽ ശോഭനയുടെ പോരായ്മ എന്താണ്? മെമ്മറി. എനിക്ക് ഡയലോഗ്സ് മെമ്മറി ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. കൊച്ചു ഫോൾട്ട്സ് അല്ലേ ചോദിക്കണത്? അത്രേ ഉള്ളൂ. അത് ഏത് ഭാഷയിലാണെങ്കിലും കുറച്ച് മെമ്മറി പ്രോബ്ലം ആണ്. ശരിക്കും ഓർമ്മയുടെ പ്രശ്നമാണോ? ഓർമ്മയുടെ പ്രശ്നമാണ്. അതോ ഇങ്ങനെ ചിന്തകൾ വന്നിട്ട്? ചിന്തകളൊന്നുമില്ല, ഓർമ്മയുടെ പ്രശ്നം. പിന്നെ മലയാളത്തിൽ അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യും, ബിക്കോസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള എടുക്കണത്. എല്ലാവരും മലയാളത്തിൽ നല്ല ഓർമ്മ ഉള്ള ആൾക്കാരും പ്രോംപ്റ്റിംഗ് ആണ്. പക്ഷെ ഈ മോഹൻലാലിനെ പോലെ വളരെ നല്ല ഓർമ്മയുള്ള കൃത്യമായ ഡയലോഗുകൾ എത്ര നീളമുള്ളതും പറയാൻ കഴിയുന്ന ആളുകളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അതൊരു പ്രശ്നമായിരുന്നില്ലേ? ഇല്ലായിരുന്നു. അത് അവരോട് ചോദിക്കണം. എനിക്ക് പ്രശ്നമില്ലായിരുന്നു, എനിക്ക് എപ്പോഴും പ്രോംപ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ സ്റ്റേജിലെ നല്ല ഓർമ്മ. നേരെ തിരിച്ച് സ്റ്റേജിൽ ഒരു 10-15 വർഷം 20 വർഷം പീസൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്യും. അതെന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്. നല്ല ഓർമ്മയില്ല, ഉണക്ക് നല്ല ജ്ഞാപകം തന്നെയെന്ന് പറയും. അപ്പോൾ അവിടെ നല്ല ഓർമ്മയുണ്ട്, അതേസമയം സിനിമയുടെ സെറ്റിൽ വരുമ്പോൾ ഓർമ്മയില്ല. സൈക്കോളജിസ്റ്റ് അടുത്ത് അല്ല, ഒരു പക്ഷേ അത് നമ്മൾ മനസ്സ് കൊടുക്കാത്തത് കൊണ്ടാവില്ലേ? അല്ല, അതൊരു ലാംഗ്വേജിന്റെ പ്രോബ്ലമാണ്. ലാംഗ്വേജ്, ഞാൻ ജനിച്ചതെല്ലാം ചെന്നൈയിലായിരുന്നു. സോ പഠിച്ചിട്ടില്ല മലയാളം അങ്ങനെ. പക്ഷെ എങ്കിലും വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യാൻ വിഷമമില്ലാത്ത ശോഭനയ്ക്ക് അതിൽ മനസ്സ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലോ? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ എന്താ വേണമെങ്കിൽ പറയാലോ, പറഞ്ഞോളൂ. അതായത് സമയമില്ലായിരുന്നു ഒന്നാമത്തത്. തെലുങ്കിലൊന്നും അധികം പ്രോംപ്റ്റിംഗ് ഇല്ലായിരുന്നു. തമിഴിലില്ലായിരുന്നു. തമിഴ് എൻ്റെ വോയിസ് തന്നെയായിരുന്നു. സോ ഐ തിങ്ക് ഇത് വെരി ലോജിക്കൽ പ്രോബ്ലം, ഡയലോഗ്സ്. പക്ഷെ അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരു അഭിനേത്രിക്ക് പൂർണ്ണത വരണമെങ്കിൽ അവരുടെ തന്നെ ശബ്ദത്തിൽ ഡബ് ചെയ്യണം ശരിക്കും എന്ന് ശോഭന വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ പൂർണ്ണത ഇല്ലാത്തൊരു അഭിനേത്രിയാണ് ശോഭന എന്ന് പറയേണ്ടി വരും. ഞാൻ ഇംഗ്ലീഷ് സിനിമയിലെ എന്റെ വോയിസ് കൊണ്ടാണ് ഡബ് ചെയ്തിട്ട് നാഷണൽ അവാർഡ് വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് പറയാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ഓർമ്മിക്കുന്ന കഥാപാത്രം മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലൊരു കഥാപാത്രം. അത് നാഗവല്ലിയുടെ എല്ലാ ഭാവങ്ങളും ശോഭനയുടെ മുഖത്ത് വരുമ്പോഴും ആ നാഗവല്ലിയുടെ ശബ്ദവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൻ്റെ മൊത്തം ഇമ്പാക്റ്റിൽ. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് കൊടുക്കാം. എത്രത്തോളം കൊടുക്കും? നിങ്ങൾ 50% കൊടുത്തോളൂ, എനിക്കൊരു പ്രശ്നമല്ല. അവാർഡ് എൻ്റെ കയ്യിലാണ്. അല്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഡബ്ബിംഗ് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ എപ്പോഴും ചോദിക്കും ഡയറക്ടേഴ്സിനോട്, ഈ പടത്തിൽ എന്തെങ്കിലും എൻ്റെ ഒരു ശബ്ദം. അപ്പോൾ അവർ പറയും ശബ്ദം ഭയങ്കര ലോ ആണ്. കുറേ ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ശബ്ദം ലോ ആണ്. ബിക്കോസ് അപ്പോഴെല്ലാം കുറച്ചൊരു ഹൈ പിച്ച്ഡ്, ഇപ്പം നമ്മൾ സിനിമയിലെ തന്നെ ഗാനമൊക്കെ അല്ലേ, മെയിലിൻ്റെ പിച്ചും ഫീമെയിലിൻ്റെ പിച്ചും ഒന്നായിരിക്കും.
അവർ രണ്ടാളും മുന്നിൽ. അപ്പോൾ ഫീമെയിലിൻ്റെ പിച്ച് 6, 7 ഒക്കെ പോവും. സോ ഇതായിരുന്നു പീപ്പിൾ ആർ യൂസ് ടു ഹിയറിങ് ദിസ്. അപ്പോൾ എൻ്റെ ഒരു സാധാരണ ഒരു ടോണല്ല, കുറച്ച് ലോ ടോൺ അല്ലേ. സോ കുറേ ഡയറക്ടേഴ്സ് പറഞ്ഞു വേണ്ടമ്മ ശബ്ദം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു. ദേശീയ അവാർഡിനൊക്കെ പരിഗണിക്കുന്ന സമയത്ത് സ്വന്തമായി ഡബ് ചെയ്ത ആർട്ടിസ്റ്റുകളെ മാത്രമേ പരിഗണിക്കാവൂ എന്നുവരെ ചില ആലോചനകൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അത് ന്യായമാണ്. അതും ഒരു ക്രെഡിറ്റ് ആയിട്ട് വെക്കാം, ഒരു എക്സ്ട്രാ ബോണസ് ആയിട്ട് വെക്കണം എന്ന് തോന്നുന്നു ജൂറിയിൽ. സപ്പോസിങ് ഇപ്പോൾ നമ്മൾ ഒരു 3 ആൾ എൻഡ് വരെ ഒരു എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ 3 ആൾക്ക് കൊണ്ട്, അപ്പോൾ ഐ തിങ്ക് സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാം ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും അത് പ്ലാനാണ്. എനിക്കൊരു സിനിമ